Hi dear students, hope you are all doing good. Stay home and stay safe. My name is Dhanya V. Mundan, working as Assistant Professor in the Department of Mathematics, X-Ray Kerala College, Thrissur. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന സെക്ഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BSc Mathematics സെക്കൻഡ് സെമസ്റ്റർ കോർ പേപ്പറായിട്ടുള്ള കാൽക്കുലസ് ഓഫ് സിംഗിൾ വേരിയബിൾ 1 എന്നുള്ള മൊഡ്യൂൾ 2-ൽ നിന്ന് ആദ്യത്തെ 3 സെക്ഷൻസുകളാണ്. 3.1 to 3.33 applications of derivatives. മൊഡ്യൂൾ 1-ൽ നിങ്ങൾ ഡെറിവേറ്റീവ്സ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കൺസെപ്റ്റ് ഓഫ് ഡെറിവേറ്റീവ്, to find out derivatives of different functions, geometrical meaning of derivatives, അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഈ സെക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഡെറിവേറ്റീവ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കൺക്ലൂഷൻസുകളാണ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ഡെറിവേറ്റീവ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ അസംഷൻസുകൾ, എന്തൊക്കെ കൺക്ലൂഷൻസുകൾ, ഇന്ന ഈ ഡെറിവേറ്റീവിൻ്റെ കയ്യിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് ഉണ്ടാക്കാൻ, അതിനുള്ളൊരു ഇൻസൈറ്റാണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിലൊക്കെ. എൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് വരുന്നത് എക്സ്ട്രീം വാല്യൂസ് ഓഫ് ഫങ്ഷൻസ്, different types of extreme value, absolute extremum and extreme values and relative extreme values, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറംസ്, ഫെർമാസ് തിയറം ഉണ്ട്, എക്സ്ട്രീം വാല്യൂ തിയറം, പിന്നെ ഇങ്ങനെ എക്സ്ട്രീം വാല്യൂസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ക്ലോസ്ഡ് ഇൻ്റർവൽ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ സെക്ഷനിൽ പറയാൻ പോകുന്നത്. ഓക്കെ, എക്സ്ട്രീമ ഓഫ് ഫങ്ഷൻസ്. എക്സ്ട്രീമ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമത്തിൻ്റെ പ്ലൂരലാണ്. എക്സ്ട്രീമം മീൻസ് മാക്സിമം വാല്യൂസുകളും മിനിമം വാല്യൂസുകളും. ഓക്കെ, ഞാനിവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് ഒരു ഹോട്ട് എയർ ബലൂണിൻ്റെ ഹൈറ്റിനെ സൂചിപ്പിക്കുകയാണ്. ഫോർ എ ടൈം പീരീഡ് A< T>D. ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഓക്കെ, എത്രയാണ് അറ്റ് എ ടൈം T=A നിന്ന് സ്റ്റാർട്ട് ചെയ്ത് B മുകളിലേക്ക് എത്തി, അഗെയിൻ B നിന്ന് താഴോട്ട് പറന്നു, അറ്റ് ടൈം T=C അഗെയിൻ മുകളിലേക്ക് പറഞ്ഞു, അറ്റ് ടൈം T=D ആകുമ്പോൾ മാക്സിമം ഹൈറ്റിലെത്തുന്നു അല്ലേ? അതാണ് മാക്സിമം ഹൈറ്റ് എത്തിയത് F(t). ആൻഡ് മിനിമം ഹൈറ്റ് ഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറ്റ് ടൈം T=C അല്ലേ? അപ്പോൾ ഗ്രാഫ് കണ്ടാൽ നമുക്കിത് നിങ്ങൾക്കപ്പോൾ വേഗം മനസ്സിലാവും. ഇനി ഈ ഗ്രാഫ് ഒന്ന് കൺസിഡർ ചെയ്യൂ. ഓക്കെ, ആദ്യത്തെ കുറച്ച് ഇതിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് മാക്സിമം വാല്യൂ വരുന്നത് അറ്റ് എവിടെ വെച്ചിട്ടാണ്? T=D അല്ലേ? അഗെയിൻ മിനിമം വാല്യൂ വരുന്നത് ഇവിടെ വരുന്നത് അറ്റ് T=A ആകുമ്പോൾ. അപ്പോൾ ടോട്ടൽ ഡൊമൈൻ കൺസിഡർ ചെയ്യുമ്പോൾ വാട്ട് യു ആർ ഹാവിങ് ഈസ് ദ മാക്സിമം അറ്റ് D ആൻഡ് മിനിമം അറ്റ് A അല്ല. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. സപ്പോസ് T വേരീസ് ഫ്രം A to E ആണെന്നിരിക്കട്ടെ. അപ്പോൾ അവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ്. ഓക്കെ, മിനിമം വാല്യൂ വരുന്നതോ ഇത് തന്നെ, സെയിം തിങ്. അപ്പോൾ എന്താ വ്യത്യാസം? ഇതൊരു ലോക്കൽ മാക്സിമമാണ്. T=D ഇസ് എൻ അബ്സല്യൂട്ട് മാക്സിമം. അതായത് ഫുൾ ഡൊമൈനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ കിട്ടുന്ന മാക്സിമം വാല്യൂ തന്നെയാണ് അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുക. അല്ല, കുറച്ച് നിയർ ബൈ ഒരു നൈബർഹുഡിൽ മാത്രം നോക്കുകയാണ്, ലോക്കലി ആയിട്ട് മാത്രം നോക്കുകയാണെങ്കിലോ വി ആർ ഗെറ്റിംഗ് ലോക്കൽ മാക്സിമം. ഓക്കെ, അപ്പോൾ ഒരു ടോട്ടൽ ഡൊമൈനിൽ എത്ര അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടാവും? ഒരു അബ്സല്യൂട്ട് മാക്സിമമേ ഉണ്ടാവും. ബട്ട് എത്ര ലോക്കൽ മാക്സിമങ്ങൾ ഉണ്ടാവും? ധാരാളം ലോക്കൽ മാക്സിമങ്ങൾ ഉണ്ടാവും. ഓക്കെ, അത് സിമിലർലി ദ ഓപ്പോസിറ്റ് കേസ് ഫോർ മിനിമം കേസ് ഓൾസോ. ഓക്കെ, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് പ്രപ്പോസ് ചെയ്തത് മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ, എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ടെക്നിക് എന്നുള്ള രീതിയിൽ പ്രപ്പോസ് ചെയ്തത് നമുക്കറിയുന്ന പോലെ തന്നെ ഫേമസ് മാത്തമാറ്റീഷ്യൻ ഫെർമാറ്റ് ആണ്. ഈ ഗ്ലോബൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട ഒരു ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്കൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം മിനിമം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മാത്തമാറ്റിക്കൽ ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസ് ചെയ്യുക, ഒപ്റ്റിമൽ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഹിയർ ഈസ് ദി ഡെഫിനിഷൻ ഫോർ അബ്സല്യൂട്ട് മാക്സിമം and absolute minimum and relative maximum and relative minimum. Absolute maximumത്തിനെ തന്നെയാണ് ഗ്ലോബൽ മാക്സിമം എന്ന് പറയാറുണ്ട്. ആൻഡ് റിലേറ്റീവ് മാക്സിമത്തിനെയാണ് ലോക്കൽ maximum
എന്ന് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗോ ത്രൂ ദി ഡെഫിനിഷൻ. എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ഗ്രാഫുകളൊക്കെ നോക്കൂ. നമുക്കിനി എവിടെയൊക്കെയാണ് എക്സ്ട്രീം വാല്യൂസുകൾ എക്സിസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നൗ ഫസ്റ്റ് ഗ്രാഫ് കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും. നോക്കൂ, അതിൻ്റെ മാക്സിമം വാല്യൂ ഇൻറ്റീരിയർ പോയിന്റിലാണ്, മിനിമം വാല്യൂ ഇൻറ്റീരിയർ പോയിന്റിലാണ്. ആദ്യത്തേൽ അറ്റ് x2ലാണ്, x1ലാണ് മിനിമം കിടക്കുന്നത്. രണ്ടാമത്തെ കേസ് ഓക്കെ, വാട്ട് യു ഹാവിങ് ഈസ് താഴത്തെ മിനിമം അറ്റ് എൻ പോയിന്റിലാണ്, മാക്സിമം അറ്റ് ഇൻറ്റീരിയറിലാണ്. റൈറ്റ് സൈഡിൽ ആദ്യത്തെ നോക്കൂ, വാട്ട് യു ആർ ഹാവിങ് ഈസ് ദിസ് വൺ. ഓക്കെ, വാട്ട് യു ആർ ഹാവിങ് ഈസ് മാക്സിമം എൻ പോയിന്റിലാണ്, മിനിമവും എൻ പോയിന്റിലാണ്. ഇനി താഴത്തത് വാട്ട് യു ആർ ഹാവിങ് മിനിമം ഇൻറ്റീരിയറിലാണ്, മാക്സിമം എൻ പോയിന്റിലാണ്. ഓക്കെ, അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മാക്സിമം മിനിമം ഉണ്ടാവും. ഓക്കെ, ലെറ്റ്സ് സീ. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കൂ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, ക്ലിയർലി ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം, at x equal to 0, y equal to 0, the minimum value exists. What about the maximum value? So whenever x tends to infinity, y is also tends to infinity. Whenever x tends to minus infinity, y is also tends to infinity. So clearly it is not at all bounded above. Bounded above പോലും അല്ല. അപ്പോൾ maximum exist ചെയ്യോ? ഇല്ല. So if has minimum ഉണ്ട്, maximum ഇല്ല. Now consider another example. y equal to minus x square. Clearly x equal to 0 ആകുമ്പോൾ y equal to 0 ആവുന്നുണ്ട് അല്ലേ? ഇനി what about എന്താണ്, whenever x tends to infinity, y tends to minus infinity. Whenever x tends to minus infinity, y tends to minus infinity. അപ്പോൾ x equal to 0, y equal to 0 എന്ന് പറയുന്ന പോയിന്റ് ഇറ്റ്സ് എ മാക്സിമം പോയിന്റ്, അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ആണ്. വാട്ട് അബൌട്ട് ദ മിനിമം? മിനിമം എക്സിസ്റ്റ് ചെയ്യോ? ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ബൗണ്ടഡ്. ബിലോ ആണ്, മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മാക്സിമം മിനിമം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുമോ? ലെറ്റ്സ് സീ. ഓക്കെ, ഈ എക്സാമ്പിളും കൂടി ഒന്ന് നോക്കൂ. y ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞ ഗ്രാഫ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? ഇനി മാക്സിമം ഉണ്ടോ? മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മിനിമം എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ ഗ്രാഫ്സുകളൊക്കെ കണ്ടു അല്ലേ? ചില ഗ്രാഫ്സുകൾ എക്സ്ട്രീം വാല്യൂസ് മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലതിൻ്റെ അത് ഇൻറ്റീരിയർ പോയിൻറ്റ്സുകളിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ചില മാക്സിമം മിനിമങ്ങളൊക്കെ എൻ പോയിൻറ്റ്സുകളിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ചിലവർക്ക് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് മാക്സിമം മിനിമം തന്നെ ഇല്ല താനും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? ഇത് എവിടെയാണ് ഉണ്ടാവുക? ദ എക്സ്ട്രീം വാല്യൂസ് ഓഫ് എ ഫംഗ്ഷൻ ഒക്കെ എവിടെയാണ് അവിടെ ഉണ്ടാവുക? പറയാൻ പറ്റുമോ? ഓക്കെ, ലെറ്റ്സ് കൺസിഡർ ആദ്യത്തെ ഗ്രാഫ് നമ്മളൊന്നും കൂടി നോക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ടാൽ അറിയാം എവിടെയൊക്കെയാണ് മാക്സിമം മിനിമം ഉള്ളത്. അതിന് നമ്മൾ പഠിച്ചിട്ടുള്ള ഡെറിവേറ്റീവ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ? ഇവിടെ നോക്കൂ. നൗ യു കൺസിഡർ ചെയ്യാം എന്താണ് ഇവിടുത്തെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് പാരലലാണ്. ടാൻജൻറ്റ് geometrical meaning of a derivative എന്ന് പറയുന്നത് ടാൻജൻ്റ് ആണ്. സോ ടാൻജൻറ്റ് പാരലൽ മീൻസ് tan theta equal to 0, therefore derivative equal to 0. And again here, what happens here? Again the derivative is equal to 0. What about here? P cut is not smooth at all. What about the derivative? Is it derivative exist there? Or derivative exist ചെയ്യുന്നില്ല. ഇനി n പോയിന്റ്സിലാണെങ്കിലോ? വാട്ട് അബൌട്ട് ദ എൻ പോയിന്റ്സ്? എൻ പോയിന്റ്സിലും നമുക്കറിയാം എന്തില്ല, ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. എൻ പോയിന്റ്സുകൾ എന്ത് തന്നെയാണ്? ലോക്കൽ മിനിമങ്ങൾ. അപ്പോൾ ലോക്കൽ മാക്സിമവും അതായത് മാക്സിമങ്ങളും മിനിമങ്ങളും കിടക്കുന്ന സ്ഥലത്ത് ഡെറിവേറ്റീവ്സിന് എന്താ സംഭവിക്കുന്നത്? അത് ഒന്നെങ്കിൽ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടാവും. ആ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഡെറിവേറ്റീവ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, സോ ആ പോയിന്റ്സുകളൊക്കെ ഡെറിവേറ്റീവ് ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. എവിടെയാണ് അപ്പോൾ ഉണ്ടാവുക? സോ ദാറ്റ് ഈസ് വാട്ട് ഫെർമാസ് തിയറം സേസ്. ഇഫ് എഫ് ഹാസ് എ റിലേറ്റീവ് എക്സ്ട്രീമം, ഒരു എക്സ്ട്രീമം ഉണ്ടെങ്കിൽ at C either f of C equal to 0 or f dash of C is equal to 0. Is not existing.
Fermat's theorem പറയുന്നത് if f of f has a relative maximum at c, then either f dash of c equal to 0 or f dash of c does not exist. The derivative exists ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സ്, അപ്പോൾ എക്സ്ട്രീം എക്സിസ്റ്റ് ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഡെറിവേറ്റീവ് ഇല്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്തായിട്ടാവുക 0 ആയിട്ട്. അങ്ങനെയുള്ള പോയിന്റ്സുകളെ നമുക്കൊരു പേരിടാം. പോയിന്റ് അങ്ങനെയുള്ള പോയിന്റ്സുകളെ നമ്മൾ എന്ത് വിളിക്കും? ക്രിട്ടിക്കൽ നമ്പർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്. സോ വാട്ട് ഇസ് എ ക്രിട്ടിക്കൽ പോയിന്റ്? എ ക്രിട്ടിക്കൽ നമ്പർ or critical point of a function f is any number c in the domain of f at which f dash of c equal to 0 or f dash of c does not exist. അപ്പോൾ Fermat's theorem നമുക്ക് ഒന്നും കൂടി മോഡിഫൈ ചെയ്യാം, right? How will modify that? Fermat's theorem states that a relative extremum of a function can occur only at a critical point of that function. Okay, relative extremum അപ്പോൾ എവിടെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യപ്പെട്ടുള്ളൂ? അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ വാട്ട് അബൌട്ട് ദ കോൺവേഴ്സ്? ഇസ് ഇറ്റ് ട്രൂ? ക്രിട്ടിക്കൽ എക്സ്ട്രീമം ഉണ്ടെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സുകളും എക്സ്ട്രീം ക്രിട്ടിക്കൽ പോയിന്റ്സിലൊക്കെ എക്സ്ട്രീമം ഉണ്ടാവും. വാട്ട് അബൌട്ട് ദ കോൺവേഴ്സ്? ഇസ് ഇറ്റ് ട്രൂ? ലെറ്റ്സ് സീ. Now consider these examples. Okay, first one, let's suppose f is equal to x cube. F of x equal to x cube. So what is that? Clearly f dash x is equal to 3x square, which is equal to 0 at x equal to 0. Above f of 3x square equal to 0 means x equal to 0. Right? അപ്പോൾ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നമ്പർ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. സോ ക്ലിയർലി എഫ് ഈസ് ഈക്വൽ ടു 0 ഈസ് എക്സ് ഈക്വൽ ടു 0 ഈസ് എ ക്രിട്ടിക്കൽ നമ്പർ. നൗ യു സി, അങ്ങനെയാണെങ്കിൽ അവിടെ എക്സ്ട്രീം വാല്യൂ ഉണ്ടോ എന്ന് നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 0, ഹിയർ ഇറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0. Is it a maximum value? No. Is it a minimum value? No, right? So other or extreme value ആണോ? അല്ല. But is it a critical point? Yes, ഇതൊരു critical point ആണ്. Now consider the function. Next function f of g of x is equal to x raised to 1 by 3. Clearly g dash x equal to what you have, 1 by 3 into x raised to 2 by 3, that is 1 by 3 x raised to 1 by 3 x raised to 2 by 3. What about the? Clearly at x equal to 0 it is not at all defined. That is j dash of x not existing at x equal to 0. So derivative exist ചെയ്യുന്നില്ല. So derivative exist ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ? It is a critical point, right? So ഇനി അപ്പോൾ ആ ക്രിട്ടിക്കൽ പോയിന്റ് ക്ലിയർലി അതിന് x equal to 0 is a critical point. അവിടെ അപ്പോൾ എക്സ്ട്രീമം ഉണ്ടോ? ഈസ് ഇറ്റ് എ മാക്സിമം? നോ. ഈസ് ഇറ്റ് എ മിനിമം? നോ. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ആയതുകൊണ്ട് മാത്രം അവിടെ മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ദ കോൺവേഴ്സ് ഓഫ് ദാറ്റ് Fermat's theorem ഈസ് നോട്ട് ട്രൂ. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. നൗ അപ്പോൾ ശരി, നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്താ? അപ്പോൾ എക്സ്ട്രീം ആണെങ്കിൽ അത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് ആയതുകൊണ്ട് അവിടെ എക്സ്ട്രീം വാല്യൂസ് ഉണ്ട്. പക്ഷെ അപ്പോൾ കോൺവേഴ്സ് ട്രൂ ആവണമെങ്കിൽ എന്ത് വേണം? എപ്പോഴും അവിടെ ഒരു എക്സ്ട്രീം വാല്യൂ ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഡൗട്ട്, എപ്പോഴും ഒരു എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുമോ? ആൾക്ക് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടുല്ലോ. എക്സ്ട്രീം വാല്യൂസ് ഇല്ലാത്തവരില്ലേ? എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള എക്സ്ട്രാ ഒരു കണ്ടീഷൻ, ദ എക്സ്ട്രീം വാല്യൂ തിയറം. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ എന്നുണ്ടെങ്കിൽ we can tell that f attains its maximum and minimum. Okay, in that term f continuous on a closed interval ആണെങ്കിൽ നമ്മളൊരു പ്രോബ്ലം കണ്ടിരുന്നു ഇല്ലേ? ഓപ്പൺ ഇന്റർവൽ ഡിഫൈൻഡ് ബിറ്റ് ഡസ് നോട്ട് എക്സ്റ്റെൻഡ് ഇറ്റ്സ് മാക്സിമം. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻ ദി ക്ലോസ്ഡ് ഇന്റർവൽ ആണെങ്കിൽ clearly, certainly it will attain its maximum and
min. That is the extreme value there. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് കണ്ടിന്യൂസ് ആണ്, ആണ് ക്ലോസ് ഇൻ്റർവൽ എന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് പറയാം അതിനെന്തുണ്ടാവും, മാക്സിമവും മിനിമവും ഉണ്ടാവും. ഓക്കെ ഓക്കെ നൗ എന്തൊക്കെയാണ് സ്റ്റെപ്സുകൾ ഒരു എക്സ്ട്രീം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ, എക്സ്ട്രീം ഓഫ് എ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ഉള്ളത്? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിതെല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എവിടെ എക്സ്ട്രീം വാല്യൂ ഉണ്ടാവുക നമുക്കറിയാം, ക്രിട്ടിക്കൽ. അപ്പോൾ ആദ്യം എന്താ കണ്ടുപിടിക്കുന്നത്, ക്രിട്ടിക്കൽ പോയിൻറ്റ്സുകൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക, എഫ് ഡാഷ് എക്സ് 0 ആകുന്ന സ്ഥലവും അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഡിഫൈൻഡ് അല്ലാത്തതായിട്ടുള്ള പോയിൻറ്റ്സുകൾ അതിൻ്റെ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അതായിരിക്കും ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, ഫസ്റ്റ് സ്റ്റേജ്. അതിനുശേഷം എന്ത് ചെയ്യണം, ഓരോ ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ്സുകളും കൊടുത്തിട്ടുള്ള എഫിൻ്റെ വാല്യൂസുകളും എൻ പോയിൻറ്റ്സിൽ എഫ് അറ്റൈൻ ചെയ്യുന്ന വാല്യൂസുകളും കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഇതെല്ലാം കമ്പയർ ചെയ്യുക. അതിലുള്ള മാക്സിമം ആളായിരിക്കും അബ്സല്യൂട്ട് മാക്സിമം, അതിലുള്ള ഏറ്റവും മിനിമം വാല്യൂ ആയിരിക്കും അതിൻ്റെ അബ്സല്യൂട്ട് മിനിമം. Okay, now we will do one problem. Okay, let's consider the first question. Find the absolute extrema of a function g of x equal to x raised to 4 by 3 in the open interval -1 comma, so closed interval -1 comma 8. Clearly the function is continuous, right? On closed interval -8, clear, and again it is differentiable in the open interval -1 comma 8. Now you find out what is g dash of first step. You have to find out the critical point. So you find out what is g dash of x. G dash of x equal to 4 by 3 into x raised to 1 by 3. That is x raised to 4 by 3 minus 1. So you will get it as x raised to 1 by 3. So ഇനി എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഈക്വേറ്റഡ് ടു 0 ചെയ്യുക. ജി ഡാഷ് എക്സ് ഈക്വൽ ടു 0 ചെയ്തു. സോ ജി ഡാഷ് എക്സ് ഈക്വൽ ടു 0 ഓൺലി വെൻ എക്സ് ഈക്വൽ ടു 0. ഇനി എക്സിസ്റ്റ് ചെയ്യപ്പെടാത്ത സ്ഥലമുണ്ടോ? ഇല്ല. ഓപ്പൺ ക്ലോസ് ഇൻ്റർവെല്ലിൽ എല്ലാ സ്ഥലത്തും, ഓപ്പൺ ഇൻ്റർവെൽ എല്ലാ സ്ഥലത്തും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ദ ഓൺലി ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് ഇൻ ദി ഡൊമൈൻ ഈസ് എക്സ് ഈക്വൽ ടു 0. ഇനി തേർഡ് സ്റ്റേജിൽ, സെക്കൻഡ് സ്റ്റേജിൽ ഇതിൻ്റെ എല്ലാ വാല്യൂസുകളും കണ്ടുപിടിക്കും. അറ്റ് ജി അറ്റ് 0 യു ആർ ഗെറ്റിംഗ് 0. ഇനി അറ്റ് എൻ പോയിൻറ്റ്സ് ജി അറ്റ് -1 ഇറ്റ് ഈസ് ഈക്വൽ ടു 1, ജി അറ്റ് 8 ഈസ് ഈക്വൽ ടു 16. So now you compare the values. The maximum value is equal to 16 at x equal to 8, and the minimum value is equal to 0 at x equal to 0. Therefore the maximum is, absolute maximum is 16, the absolute minimum is 0. Okay, similarly it follows this second question also. You just check it out what is going on and all. Okay, now we have a true or false game. Determine whether the given is true or false. True ആണെങ്കിൽ എന്തുകൊണ്ട്, false ആണെങ്കിൽ എങ്ങനെ ഒരു കാര്യം false ആണെന്ന് പറയുക, അതൊരു കൗണ്ടർ എക്സാമ്പിൾ, റൈറ്റ്? സോ ഒരു കൗണ്ടർ എക്സാമ്പിൾ തരാം. ഇതൊക്കെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞത് ജസ്റ്റ് യു തിങ്ക് ആൻഡ് ഡു ഇറ്റ്. ഓക്കെ, if f dash x is equal to 0, first one, if f dash x equal to 0, then f has a relative maximum or a relative minimum at c. f dash x equal to 0 ആണെങ്കിൽ എന്തായാലും അവിടെ എന്തുണ്ടെന്നാ പറയുന്നത്, ഒരു മാക്സിമം ഉണ്ടാവും, മിനിമം ഉണ്ടാവും. Is it true? Next one, if f has a relative minimum at c, then f dash c is equal to 0. relative minimum ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ f dash c is equal to 0 ആണോ? അടുത്തത്, if f is defined on the closed interval a comma b, then f has a absolute minimum value in closed interval a comma b. Is it true? The fourth one, if f is continuous on closed interval a comma b, open interval a comma b, then f attains an absolute minimum value at some number c. You think and discuss with your friends, and we will meet for the discussion. Okay, അപ്പോഴേക്കും ഇതൊക്കെ കണ്ടുപിടിക്കുക, എന്താ റീസൺ എന്ന് കണ്ടുപിടിക്കുക, and give an example for that. നമുക്കപ്പോൾ കാണാം. ഓക്കെ, എൻ്റെ നോട്ട്സുകളുണ്ട്, ബാക്കിയുള്ള പ്രോബ്ലംസുകളും തിയറത്തിൻ്റെ പ്രൂഫും നോട്ട്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എനി ഡൗട്ട് യു പ്ലീസ് ആസ്ക് ഓൺ ഡിസ്കഷൻ അവർ.
Okay, thank you. All the very best. I hope you enjoyed my class. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാം. Thank you.